ആത്മാവ് പ്രകാശരൂപമായി ഇരിക്കുന്നു എങ്കിലും ആത്മാവിന്റെ സ്വരൂപ പ്രകാശം അജ്ഞാനത്തിന് വിരോധിയല്ല. അത് അജ്ഞാനത്തിന് വിരോധി ആയിരുന്നെങ്കിൽ സുഷുപ്തിയിൽ പ്രകാശരൂപമായ ആത്മാവിൽ അജ്ഞാനം തോന്നേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഘോരമായ നിദ്രയിൽ നിന്നും ഉണർന്നവന് ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിനാൽ ഈ ജ്ഞാനത്തിന് സുഖവും അജ്ഞാനവും വിഷയമായിരിക്കുന്നു. ഈ രണ്ട് ജ്ഞാനവും ജാഗ്രകാലത്തിൽ പ്രത്യക്ഷ രൂപമല്ല, സ്മൃതി രൂപമായിരിക്കും. ആ സ്മൃതി അജ്ഞാത വസ്തുവിന്റെ സ്മൃതിയല്ല, ജ്ഞാത വസ്തുവിന്റെ സ്മൃതി തന്നെയാണ്. അതിനാൽ സുഷുപ്തിയിൽ സുഖം അജ്ഞാനം ഇവയുടെ ജ്ഞാനമുണ്ട്. ആ സുഷുപ്തിയിലുള്ള ജ്ഞാനം അന്ധകരണത്തിനാലോ ഇന്ദ്രിയങ്ങളാലോ ഉണ്ടായതല്ല. കാരണം സുഷുപ്തിയിൽ ആത്മസ്വരൂപജ്ഞാനമല്ലാതെ അന്ധകരണവും ഇന്ദ്രിയങ്ങളും ഇല്ലാതിരിക്കുന്നതിനാൽ അവകളാൽ ഉണ്ടായതല്ല. ജ്ഞാനമെന്നോ പ്രകാശമെന്നോ പറയുന്നത് ഒന്ന് തന്നെ. ഇങ്ങനെ ആകയാൽ സുഷുപ്തിയിൽ ആത്മാ പ്രകാശരൂപമായിരിക്കുന്നു. അപ്രകാരം പ്രകാശരൂപമായിരിക്കുന്ന ആത്മാവിനാൽ സ്വരൂപ സുഖവും അജ്ഞാനവും വിളങ്ങി നിൽക്കുന്നു. ആത്മസ്വരൂപ പ്രകാശം അജ്ഞാനത്തിന് വിരോധിയായിരുന്നെങ്കിൽ ഉണ്ടായ ജ്ഞാനം വിളങ്ങിയില്ലായിരുന്നു. അതിനാൽ ആത്മാവിന്റെ സ്വരൂപ പ്രകാശം അജ്ഞാനത്തിന് വിരോധിയല്ല, പിന്നെയോ അവയ്ക്ക് സാധകമായിരിക്കുന്നു. ഈ അഭിപ്രായത്തിനാലാണ് വേദാന്ത ശാസ്ത്രങ്ങളിൽ സാമാന്യ ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയല്ലെന്നും വിശേഷ ചൈതന്യമാണ് അജ്ഞാനത്തിന് വിരോധിയാകുന്നതെന്നും പറയുന്നത്. വ്യാപകമായ ചൈതന്യം സാമാന്യ ചൈതന്യം, വൃത്തിയിലുള്ള ചൈതന്യം വിശേഷ ചൈതന്യം. കാഷ്ടത്തിലിരിക്കുന്ന സാമാന്യ അഗ്നി അന്ധകാരത്തിന് വിരോധിയല്ല. എന്നാൽ മഥനത്തിനാൽ ഉണ്ടാകുന്ന അഗ്നി അതിൽ പറ്റി നിന്നുകൊണ്ട് അന്ധകാരത്തെ വിരോധിക്കുന്നു. ഇതുപോലെ വ്യാപകമായ ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയാകാതെ വേദാന്ത വിചാരത്തിനാൽ ഉണ്ടാകുന്ന അന്ധകരണത്തിന്റെ ബ്രഹ്മാകാര വൃത്തിയിലുള്ള ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയാകുന്നു. അതിനാൽ കേവല ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയല്ല. വൃത്തിയോടുകൂടിയ ചൈതന്യ അജ്ഞാനത്തിന് ശത്രുവാകുന്നു. അല്ലെങ്കിൽ ചൈതന്യത്തോടുകൂടിയ വൃത്തി അജ്ഞാനത്തിന് വിരോധിയാകുന്നു. ഒന്നാം പക്ഷത്തിൽ അജ്ഞാനനാശത്തിന് ഹേതു ചൈതന്യമാകുന്നു, വൃത്തി സഹായകമായി നിൽക്കുന്നു. രണ്ടാം പക്ഷത്തിൽ അജ്ഞാനനാശത്തിന് ഹേതു വൃത്തിയാകുന്നു, ചൈതന്യം സഹായകമാകുന്നു. ഇത് അവച്ഛേദവാദത്തിന്റെ സ്വരൂപം. ഇനി ആഭാസവാദത്തിൽ സാമാന്യ ചൈതന്യത്തെ പോലെ തന്നെ വിശേഷ ചൈതന്യവും അജ്ഞാനത്തിന് വിരോധിയല്ല. പിന്നെ വിരോധി ആരാണെന്നാണെങ്കിൽ വൃത്തിയോടുകൂടിയ ആഭാസൻ അല്ലെങ്കിൽ ആഭാസനോടുകൂടിയ വൃത്തി അജ്ഞാനത്തിന് വിരോധിയാകുന്നു. അതുകൊണ്ടാണ് സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രു അല്ലെന്നും വൃത്തിജ്ഞാനം സ്വരൂപശത്രു എന്നും സമാധിയിൽ വൃത്തിയാൽ എരിക്കുമെന്നും പറഞ്ഞത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. ഇച്ചിരി ടഫുള്ള സ്ഥലമാണ് എങ്കിലും. അപ്പൊ എന്ത് മനസ്സിലാക്കി? ഇത് സാമാന്യമായ ഒരു അർത്ഥം ഇതിൽ ധ്വനിക്കുന്നത് ഇതാണ്, വൃത്തിയിലുള്ള ജ്ഞാനം. അപ്പോൾ വൃത്തിയിലുള്ള ജ്ഞാനത്തെ ഇവർ പറയുന്ന ബ്രഹ്മാകാര വൃത്തിയാണ്. ആ സമാധിയിൽ ആ ബ്രഹ്മാകാര വൃത്തിജ്ഞാനമാണ് ഇത് ഈ അജ്ഞാനത്തെ ഇരിക്കുന്നത്. സാമാന്യമായ ആ ജ്ഞാനം അത് അജ്ഞാനത്തിന് ഇരിക്കുന്നില്ല. സാമാന്യമായ ജ്ഞാനത്തിനെയാണ് സത്ത്. ആ സത്ത് എല്ലാവർക്കും സത്ത് സാമാന്യമായി വിളങ്ങുന്നുണ്ട്. ഞാൻ നമ്മൾ ഉച്ചരിക്കുന്നത് ആ സത്തിനെയാണ്. ഞാൻ വന്നെന്നും ഞാൻ പോയെന്നൊക്കെ പറയുന്നത് അത് ഊഹിച്ചോ ചിന്തിച്ചോ അല്ലെന്നൊക്കെ നമ്മൾ പല തവണ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഉള്ളിൽ നിന്ന് പൊന്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചിന്മയ സ്വാമിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇത് തന്നെയാണ് പിന്നീട് ഓം 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 ഓമായിട്ട് പറഞ്ഞതും എല്ലാം ഇത് തന്നെയാണ്. ഈ അഹം അഹം അഹം, ഈ അഹം എന്ന് പറയുന്നത് എന്തിനെ പിടിച്ചും ഞാൻ നിന്ന് പൊന്തി വരുന്നില്ലേ? അവർ പറയുന്നു ഇത് വാസ്തവത്തിൽ അതിൽ കാരം കലരാത്ത ആ അഹം എന്ന് പറയുന്നത് ആത്മാ തന്നെയാണ്. അതിലാണ് ഇത് വന്ന് കലരുന്നത്. അങ്ങനെയാണ് അത് മലിനപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞ ഇതാണ്, ഈ സാമാന്യമായിരിക്കുന്ന ഈ സുഷുപ്തിയിൽ പോലെ ഇരിക്കുന്ന ആ ധ്യാനം നമുക്ക് വലിയ പ്രയോജനം ചെയ്യുന്നില്ല. പൂർണ്ണമായി ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, ജ്ഞാനത്തിലേക്ക് പ്രയോജനത്തെ ചെയ്യുന്നില്ല. ജ്ഞാനം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ഈ ജനന മരണ
സംസാര ദുഃഖത്തിൽ നിന്ന് എന്നേക്കുമായ മോചനത്തെയാണ്. ഇതാണ് പറഞ്ഞ, അതായത് പുനരാവൃത്തി രഹിതമായ മുക്തി. ഇതാണ് അവർ പറയുന്നത്, ഈ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആഭാസവാദത്തിൽ എന്താണ്? സാമാന്യ ചൈതന്യത്തെ പോലെ തന്നെ വിശേഷ ചൈതന്യവും അജ്ഞാനത്തിന് ശത്രുവല്ല, വിരോധിയല്ല. പിന്നെ വിരോധി ആരാണെന്നാണെങ്കിൽ വൃത്തിയോടുകൂടിയ ആഭാസൻ, അല്ലെങ്കിൽ ആഭാസനോടുകൂടിയ വൃത്തി അജ്ഞാനത്തിന് വിരോധിയാകും. ഇത് ആഭാസ സഹിതമായ ആ വൃത്തിയാണ് അന്ധകരണത്തിൽ വരുന്ന ആ ബ്രഹ്മാകാരം. അതാണ് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നത്. 3 തരം വൃത്തികളാണ് മനസ്സിനുള്ളത്. അതിൽ 1 വിഷയാകാര വൃത്തി, 2 അഖണ്ഡാകാര വൃത്തി അല്ലെങ്കിൽ ബ്രഹ്മാകാര വൃത്തി, അതല്ലെങ്കിൽ 3ാമത്തത് വിവേകവൃത്തി. അങ്ങനെ 3 വൃത്തികളാണ്. ഈ വിവേകവൃത്തി അത് ഇതിൻ്റെ 2ൻ്റെയും ഫലമായിട്ട് പിന്നീട് വരുന്നതാണ്. കേവലം അതാണ്, മഹത്തുക്കൾക്ക് ധ്യാനമൊന്നുമില്ല. പിന്നെ ഉള്ളത് എന്താണ്? കേവലം വിവേകം. ആ വിവേകം കൊണ്ട് തന്നെ അവർക്ക് ഈ സാക്ഷാത്കാരത്തിൽ ഇരിക്കാൻ പറ്റും. മറ്റത് ആ വൃത്തി ഉണ്ടാക്കണം, അഖണ്ഡാകാര വൃത്തി ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് 9 ലക്ഷ്യമായി വരാൻ. ജീവന്റെ ഉപാധികളെ നേതി ചെയ്ത്, വിട്ടലക്ഷണം കൊണ്ട് നേതി ചെയ്ത്, അതിന് അവധിയിൽ പ്രകാശിച്ച ആ ചൈതന്യം മാത്രമായിട്ട് കുറച്ചു നേരം ഇരിക്കാൻ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ ആ ഉപാധികളെന്ന് പറയുന്നത് എന്തിനാണ്? മനസ്സിൻ്റെ ഈ വൃത്തികളാണ്, മനോവൃത്തികൾ തന്നെ ഉപാധികൾ. ഇതിനെ അങ്ങോട്ട് ശോധന ചെയ്തു. ഇത് നമുക്ക് ജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ സമാധി വിഘ്നത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് വിവേകപൂർണമായി ഓർമ്മിച്ച് ഇതിനോടൊരു വിരക്തി, ഇതിനോടൊരു വൈരാഗ്യം നമ്മളിതിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് കുറച്ചു നേരം സ്ഥിതി ചെയ്യുന്നതിനെയാണ് പറയുന്നത് സവികൽപ്പ സമാധി പഴകുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നിർവികൽപ്പ സമാധി ഇതിൽ എങ്ങനെ വരുമെന്നറിയാം. അത് വസ്തുതന്ത്രമാണ്. ഈ കർത്തൃതന്ത്രം വസ്തുതന്ത്രം എന്ന് 2 രൂപമുണ്ട്. നമ്മൾ പ്രയത്നിച്ച് നിൽക്കുന്ന ഒരു നിലയാണ് കർത്തൃതന്ത്രം. ഈ പ്രയത്നം കൂടെ വിട്ട് ഒരു പ്രയത്നമില്ലാതെ ഇങ്ങനെ നിൽക്കും, അത് നേരെ വസ്തുതന്ത്രം. അപ്പൊ വസ്തുതന്ത്രമായിട്ട് ഈ ജ്ഞാനം ഇതിലുണ്ടാവും. പക്ഷെ അതിന് എന്ത് വേണം? കർത്തൃതന്ത്രമായിട്ട് നമ്മൾ ഇതിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ആഭാസ സഹിതമായിട്ട് അതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിന്നാൽ മാത്രമേ അല്ല ഉറങ്ങിപ്പോകൂ. മറ്റത് പറഞ്ഞില്ലേ, അത് സുഷുപ്തിയാണ്, അത് പറ്റില്ല. അപ്പൊ അങ്ങനെ നിന്ന് പഴകി ഈ സമാധി ഇതിൽ ഉത്ഭവിക്കും. ആ ഉണ്ടായ സമാധി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ മുഴുവൻ എരിച്ചു കളയുന്നതാണ് പറയുന്നത്. സമാധിയിൽ എരുത്ത വാറുപോൽ സമാധിയിൽ എരിക്കും എന്നറിവായി. അതാണ് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. സമാധി വിഘ്നമാണ് നമ്മൾ ഈ സവികൽപ്പം എന്ന് പറയുന്നത്. അതാണ് ഈ ജാഗ്രത അവസ്ഥ. അതിന് തടസ്സമാണ് നമ്മൾ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന വിവേകം. പ്രധാന വിവേകം എന്താണെന്നറിയാം? ഈ തടസ്സത്തിൻ്റെ കാരണം ഈ കഥയില്ലാത്ത മായ കാര്യങ്ങളാണെന്ന് അവർ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു ഇതിനെയൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതിലെന്തെങ്കിലും ഒരു ശാശ്വതത്വം ഉണ്ടോ? ഇതിലെന്തിനെങ്കിലും സുഖമുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. അതൊരു വിവേകി ശ്രദ്ധിച്ചാൽ അയാൾക്കത് ബോധ്യപ്പെടും. ഇതിലൊന്നും ഈ പറഞ്ഞത് 100% ശരിയാണ്. ഇതിലൊന്നും ഒരു പരമാർത്ഥവും ഇല്ല. ഇതിനൊരു നിലനിൽപ്പില്ല, ഇതിനൊരു പൊതുവെ ഒരു ചൈതന്യമില്ല, അതുപോലെ ഇത് സുഖപ്രദവുമല്ല. ഇതെല്ലാം കേവലം തോന്നലായിട്ട് ഇതിലിരിക്കുകയാണ്. ഏതിൽ? ഈ അറിവിൽ തോന്നുകയും മറയുകയും ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതിലിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതിനെ വിട്ടുകളയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നമ്മൾ വലപായിട്ട് പിടിച്ചു വെച്ചേക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വിട്ടതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം സുഷുപ്തിയിൽ ഇതിലൊന്നും പിടിച്ചിട്ടില്ല. അതുപോലെ ഒരു നില അത് ഇവിടെ വേണം. അതാണ് സ്വരൂപജ്ഞാനത്തിൽ മരുവും എന്ന് പറഞ്ഞത്. ഈ സ്വരൂപത്തിൽ മരുവും അജ്ഞാനത്തെ ചുടും വൃത്തിജ്ഞാനം. പക്ഷെ അതിന് ബ്രഹ്മാകാരമാക്കുന്ന ഒരു പ്രയത്നം ഇതിൽ നമ്മൾ കൊണ്ടുവരണം. അതിനെയാണ് ശ്രുതിയെ പിടിച്ചുകൊണ്ട്
ഗുരുക്കന്മാരെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഇതിൽ നിലകൊള്ളേണ്ടത് എന്നാണ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നത്. അരുളും അയ്യനെ ത്രിവിധ കരണത്താലാകിയ തൊഴിലെല്ലാം കരുമമല്ലവോ വിരുത്തി ജ്ഞാനവും അന്ധക്കരണ കാര്യമല്ലോ. ഉരിയ കർമ്മം അജ്ഞാനത്തെ കെടുക്കുമെൻ്റെ ഓതിനാൽ ആകാതോ. പെരിയ ജ്ഞാനമെൻ്റതൊരു പേരിട്ട പെരുമയെ ഉരയിലേ. ഇപ്പൊ ശിഷ്യനാണ്, ചോദ്യരൂപത്തിലാണ് വന്നേക്കുന്നത്. 80ാമത്തെ പദ്യം. അരുളും അയ്യനെ ത്രിവിധ കരണത്താലാകിന തൊഴിലെല്ലാം കരുമമല്ലവോ വൃത്തിജ്ഞാനവും അന്ധകരണത്തിൻ കാര്യമല്ലോ. ഉരിയ കർമ്മം അജ്ഞാനത്തെ കെടുക്കുമെൻ്റെ ഓതിനാലാകാതോ. പെരിയ ജ്ഞാനമെൻ്റതൊരു പേരിട്ട പെരുമയെ ഉരയിലേ. അരുളും അയ്യനെ അടിയന്റെ സംശയങ്ങളെ എല്ലാം തീർത്ത് കൃതകൃത്യനാകുന്ന വിധം എനിക്കുണ്ടാകുന്ന സംശയങ്ങൾക്കെല്ലാം തിരുവുള്ളത്തിൽ മുഷിയാതെ ഉഷു വരാതെ ഉത്തരം അരുളി ചെയ്തുകൊണ്ടിരിക്കുന്ന അലയോ ഗുരുവേ. ത്രിവിധ കരണത്താൽ മനോ വാക്ക് കായം എന്ന ത്രിവിധ കരണങ്ങളാൽ ആകിയ തൊഴിലെല്ലാം ഉണ്ടാകുന്ന പ്രവൃത്തികളെല്ലാം കരുമമല്ലവോ കർമ്മമുണ്ടാക്കുന്നവയല്ലയോ. വൃത്തിജ്ഞാനവും അഹം ബ്രഹ്മ എന്ന വൃത്തിജ്ഞാനവും അന്ധകരണ കാര്യമല്ലോ. അന്ധകരണത്തിന്റെ പരിണാമമാകുന്നതിനാൽ അതിന്റെ കാര്യമല്ലയോ. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഉരിയ കർമ്മം അജ്ഞാനത്തെ കെടുക്കുമെൻ്റെ ഓതിനാലാകാതോ. ഉരിയ കർമ്മം ഈ കർമ്മങ്ങളിൽ അജ്ഞാനത്തെ കെടുക്കുന്നതിന് ഉരിയ അഹംബ്രഹ്മം എന്ന അന്ധക്കരണ വൃത്തിരൂപമായ മാനസ കർമ്മങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുമെന്ന് ഓതിനാൽ ആകാതോ. പറഞ്ഞാൽ അത് ശാസ്ത്രത്തിനും മഹാത്മാക്കൾക്കും ആചാര്യന്മാർക്കും സമ്മതമാകയില്ലയോ. അവർക്ക് പേരിട്ട അതിന് പേര് കൊടുത്ത പെരുമയെ ഉരയിൽ മഹിമയെ പറഞ്ഞു തരയണമേ. ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കാരണം എല്ലാം അന്ധകരണത്തിൽ നിന്നുണ്ടാവുന്നത് തന്നെ. അപ്പൊ അത് ഒരു വിവേകമുള്ള ആൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇതെല്ലാം അന്ധകരണ കാര്യമല്ലയോ. ജ്ഞാനമെൻ്റെ അതൊരു പേരിട്ട പെരുമയെ ഉരയിൽ എന്നാണ്. ഇത് ആചാര്യന്മാരും ശാസ്ത്രത്തിനും ഇത് സമ്മതമാകയില്ലയോ. ഇതെല്ലാം അന്ധകരണ വൃത്തിയല്ലേ, മനസ്സക്രിയകളല്ലേ എന്നാണ് ചോദ്യം. അതൊക്കെ പേരിട്ട അതിന് പേര് കൊടുത്ത പെരുമയെ ഉരയിലേ. ജ്ഞാനമെൻ്റെ എന്നുള്ള കൊണ്ട് ജ്ഞാനമെൻ്റെ അതൊരു പേരിട്ട പെരുമയെ ഉരയിലേ. ഇദ്ദേഹം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ട് വരുന്നത് കർമ്മങ്ങളെ കൊണ്ട് തന്നെ ഈ അജ്ഞാനം നശിക്കുമെന്നാണ്. അങ്ങനെയാണല്ലോ സ്വാമി അതിനെ മറുപടി പറഞ്ഞു വരണത്. പല രൂപത്തിലുള്ള മറുപടികൾ പറഞ്ഞു. അതിനുശേഷം സ്വാമി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ സംശയം പിന്നെ വന്നത് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എങ്ങനെ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതായി. ഈ ജ്ഞാനജ്ഞാനങ്ങൾ യോജിച്ച് നിൽക്കുന്നതിന് അതിനും അദ്ദേഹം പറഞ്ഞു ഇതുപോലെ വൃത്തിജ്ഞാനവും സ്വരൂപജ്ഞാനവും എന്നും ജ്യോതിർജ്ഞാനം ഇരണ്ടാം. അപ്പം സ്വരൂപജ്ഞാനത്തിലാണ് ഇതെല്ലാം തോന്നിയിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അതേ പറയണം, നമ്മൾ മനോവാക്കായങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അത് കർമ്മമല്ലേ. ഈ പറയുന്ന ഈ ബ്രഹ്മാകാര വൃത്തി പഴകണതോ അന്ധകരണത്തിന്റെ ഒരു കാര്യമായിട്ടല്ലേ. പിന്നെ അതിനെന്തിനാണോ ജ്ഞാനമെൻ്റെ അതൊരു പേരിട്ട പെരുമയും. അതെന്താണ് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് അതിന് ഈ ജ്ഞാനമെന്ന് പറഞ്ഞ് വരാനുള്ള കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മറുപടിയായിട്ട് പറയുന്നു. വൃത്തിജ്ഞാനം അന്ധകരണത്തിനോട് വിരുത്തിയാകിലും മൈന്ത ഒരുത്തി മക്കളെ തങ്ങളിൽ പകയ്ക്കിൻ്റെത് ഉലകെല്ലാം കണ്ടോമേ. കരുത്തനാകിയ പുരുടതന്തിരങ്ങളാം കർമ്മങ്ങൾ അതേപോലെ വരുത്ത ജ്ഞാനമേ പുരുടതന്തിരം അൻ്റെ വസ്തുതന്തിരമാമേ. വിരുത്തി ജ്ഞാനം അന്ധകരണത്തോട് വിരുത്തി ആകിലും മൈന്ത ഒരുത്തി മക്കളെ തങ്ങളിൽ പകയ്ക്കിൻ്റെ തുലങ്ങെങ്കും കണ്ടോമേ.
കരുത്തനാകിയ പുരുടതന്ത്രങ്ങളാം കർമ്മങ്ങൾ അവൈപ്പോലെ വരുത്ത ജ്ഞാനമേ പുരുടതന്ത്രമൻ്റെ വസ്തുതന്ത്രമാമേ. അല്ലയോ മകനെ, വൃത്തിജ്ഞാനം, ഞാൻ ബ്രഹ്മമാകുന്നേനെന്ന വൃത്തിജ്ഞാനമായത് അന്ധക്കരണത്തെ വൃത്തിയാകിലും അന്ധക്കരണത്തിന്റെ പരിണാമമാണെങ്കിലും, വൃത്തി എന്ന് വെച്ചാൽ പരിണാമമാണ്, അന്ധക്കരണത്തിന്റെ പരിണാമത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള അന്ധക്കരണത്തിന്റെ പരിണാമമാണെങ്കിലും ഒരുത്തി മക്കളെ, ഒരു മാതാവിന്റെ പുത്രന്മാർ തന്നെ തങ്ങളിൽ പകയ്ക്കുന്നത്, തമ്മിൽ വിരോധിയായിരിക്കുന്നത് ഉലകെങ്കും കണ്ടോമേ, ലോകത്തിൽ സർവ്വസാധാരണയായി കണ്ടിരിക്കുന്നില്ലോ. കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ കരുത്തനാകിയ പുരുടതന്ത്രങ്ങളാവും, കർത്താവാകിയ പുരുഷന്റെ അധീനങ്ങളാകുന്നു. എന്നാൽ വരുത്ത ജ്ഞാനമോ വിചാരപ്രയത്നത്താൽ ഉണ്ടായിരിക്കുന്ന വിവേകജ്ഞാനമാണെങ്കിൽ അവൈപോലെ ആ കർമ്മങ്ങളെ പോലെ പുരുടതന്ത്രം അൻ്റെ പുരുഷന്റെ അധീനത്തിലുള്ളതല്ല, വസ്തുവിന് അധീനമാകുന്നു. ഒരു മാതാവിന്റെ പുത്രന്മാരിൽ ഒരുവൻ വിദ്വാനായും ഒരുവൻ മൂഢനായും ഒരുവൻ ശിഷ്ടനായും മറ്റൊരുത്തൻ ദുഷ്ടനായും ഇരിക്കുന്നത് ലോകത്തിൽ ഇന്നും അനുഭവമുള്ളതാകുന്നു. അതുപോലെ മാനസക്രിയാരൂപമായ നിർഗുണോപാസനയും വിവേകജ്ഞാനവും ഒരു അന്ധകരണത്തിന്റെ തന്നെ കാര്യമായാലും ഉപാസന കർത്തൃതന്ത്രം ആയതിനാലും ജ്ഞാനം വസ്തുതന്ത്രമായതിനാലും അവകൾ തമ്മിൽ ഭേദമുള്ളതാകുന്നു എന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത്. ഇതിൽ അന്ധകരണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു പോകുന്നത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും പറഞ്ഞല്ലോ, ഇതിന്റെ പരമാവധിയിൽ ആ വസ്തുതന്ത്രമായി ജ്ഞാനം ഉണ്ടാകുകയാണ് ചെയ്തത്. പക്ഷെ പ്രയത്നം ഇങ്ങനെ തന്നെ പോകും. ആ സവികല്പ സമാധി പഴകണമെന്നും നിർവികൽപ്പ സമാധി ഫലമെന്നും ഒക്കെ പറഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞു തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഈ വൃത്തിജ്ഞാനം, അതായത് ഞാൻ ബ്രഹ്മമാകുന്നതിനെന്ന വൃത്തിജ്ഞാനമായത് അന്ധകരണ വൃത്തിയാകിലും അന്ധകരണത്തിന്റെ പരിണാമം ആണെങ്കിലും, ആ പരിണാമമായിട്ട് തന്നെയാണ് അത് ഇരിക്കുന്നതെങ്കിലും പറയുന്നു, ഒരു മാതാവിന്റെ പുത്രന്മാർ തന്നെ തങ്ങളിൽ പകയ്ക്കുന്നത്, തമ്മിൽ വിരോധിയായിരിക്കുന്നത് ലോകത്തിൽ സർവ്വസാധാരണയായി കണ്ടിരിക്കുന്നു. അതിൽ പറഞ്ഞില്ലേ, ഒരാൾ നല്ലവനും ഒരുത്തൻ മോശക്കാരനുമായിട്ടേ കാണുന്നില്ലേ. ഒരമ്മയുടെ മക്കൾ തന്നെ രണ്ടും. ഇതുപോലെ കരുത്തനാകിയ പുരുടതന്ത്രങ്ങളാം കർത്താവായ പുരുഷൻ അധീനങ്ങളാകുന്നു. ഈ കർമ്മങ്ങളെല്ലാം കരുത്തനാകിയ പുരുടതന്ത്രങ്ങളാം കർത്താവായ പുരുഷൻ അധീനങ്ങളാകുന്നു. ഇത് ഞാൻ വിചാരിച്ച ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട അന്ന് ആ രൂപത്തിലുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. വരുത്ത ജ്ഞാനമോ, അതായത് വിചാരപ്രജ്ഞാൽ ഉണ്ടായിരിക്കുന്ന വിവേകജ്ഞാനമാണെങ്കിൽ അവൈപോലെ, ആ കർമ്മങ്ങളെ പോലെ പുരുടതന്ത്രമുണ്ട്. ഇപ്പൊ എനിക്കിങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുക, അങ്ങനെയൊന്നുമില്ല. അത് വസ്തുതന്ത്രമായിട്ടിരിക്കുകയാണ്. അത് വസ്തുതന്ത്രമാണ്. ഇത് പുരുഷന്റെ അധീനത്തിലുള്ളതല്ല. വസ്തുതന്ത്രം, അത് നമ്മൾ പറഞ്ഞ ഗുരുവിന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ ഈ ഭാഗത്തെയാണ്. കാരണം ഇതെല്ലാം മറ്റതെല്ലാം നമുക്ക് എങ്ങനെ വേണോ ആക്കാം, വരുത്താം, ചെയ്യാതിരിക്കാം, ഇതെല്ലാം അതിനകത്ത് പറ്റും. പക്ഷേ അങ്ങനെയല്ല, ജ്ഞാനം അങ്ങനെയല്ല. പക്ഷെ അതിന് നമ്മൾ ആദ്യം ഇടപെട്ടത് ഇങ്ങനെ തന്നെ. ഏത്? ഈ അന്ധകരണത്തിന്റെ ബ്രഹ്മാകാരമായ പരിണാമത്തെ ഉണ്ടാക്കി ആദ്യം ആ ബ്രഹ്മാസ്മി എന്നുള്ള ആ ഭാവന ഇതിൽ മുഴുപ്പിച്ചു കൊണ്ടുവരണം. അതിനെ വളർത്തി കൊണ്ടുവരണം. അതെല്ലാം ഈ പറയുന്ന അന്ധകരണത്തിന്റെ തൊഴിൽ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഫലമായി വരുന്ന ജ്ഞാനം ഉണ്ടല്ലോ, അത് വസ്തുതന്ത്രമായിട്ട് ഉണ്ടാവുന്നതാണ്. ഒരു പ്രയത്നവും അതിനാവശ്യമില്ലെന്നാണ്. ഒരു പ്രയത്നമില്ലാതെ തന്നെ ഈ ജ്ഞാനം ഇതിലിരിക്കുന്നു. ഇതിനെ അറിയണം. പറഞ്ഞു, ഈ കർമ്മങ്ങൾ പോലെ പുരുഷതന്ത്രം അഞ്ച് പുരുഷന്റെ അധീനത്തിലുള്ളതല്ല, വസ്തുവിന് അധീനമുള്ളതാകും. എന്നിട്ടാണ് സ്വാമി എഴുതിയിരിക്കുന്നത്, ഒരു മാതാവിന്റെ പുത്രന്മാരിൽ ഒരുവൻ വിദ്വാനായും ഒരുവൻ മൂഢനായും ഇരിക്കുന്നത് ലോകത്തിൽ ഇന്നും അനുഭവമുള്ളതാകുന്നു. അതുപോലെ മാനസക്രിയാരൂപം ആയ നിർഗുണ ഉപാസനയും
വിവേകജ്ഞാനവും ഒരന്ധകരണത്തിൻ്റെ തന്നെ കാര്യമായാലും ഉപാസന കർത്തൃതന്ത്രം ആയതിനാലും ജ്ഞാനം വസ്തുതന്ത്രമായതിനാലും അവകൾ തമ്മിൽ ഭേദമുള്ളതാകുന്നു എന്നത് സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ വളരെ ഉള്ളിലേക്ക് ചെന്ന് അറിയേണ്ട ഒരു രഹസ്യമാണ് വിഗ്രഹം പറഞ്ഞത്. നമുക്ക് നമ്മുടെ അന്ധകരണത്തിന് ശുദ്ധി എത്ര വരുന്നു അതനുസരിച്ചാണ് ഇതിനെ ധരിക്കാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നത്. പറഞ്ഞില്ലേ, ജ്ഞാനം ബാധിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ നമുക്കതിൻ്റെ സാമാന്യമായിട്ടേ ഉള്ളൂ. ഈ സാമാന്യ ജ്ഞാനത്തിൽ ഇരുന്ന് തന്നെയാണ് നമ്മൾ ജീവിതം നയിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അജ്ഞാനത്തിന് വിരോധി അല്ലാത്തത് കൊണ്ട് ഈ അജ്ഞാനം ഇതിൽ തഴച്ചുകൊണ്ടേയിരിക്കും. അജ്ഞാനം വെച്ച കർമ്മം, ഈ കർമ്മം ഇതിൽ പെരുകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പെരുകുന്ന കർമ്മമാണ് അനന്ത ജന്മങ്ങൾക്ക് കാരണമായി വരുന്നത്. ഇവിടെ എന്താണ്, ഈ കർമ്മത്തിന് എരിച്ചു കളയുന്ന ആ ജ്ഞാനം ഇവിടെ വേണം. അതിന് ഈ പറയുന്ന വൃത്തിജ്ഞാനമേ പറ്റൂ. ആ വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്വഭാവത്തെ പറയുന്നത് ഇങ്ങനെയാണ്. ഈ അഹം ബ്രഹ്മാസ്മി എന്ന രൂപത്തിൽ ആ മാനസിക രൂപമായിട്ട് തന്നെ അത് തുടങ്ങും. പക്ഷെ അത് നിർഗുണമാണത്. അത് ഈ പറയുന്ന സമാധി ഉണ്ടാക്കും. ആ സമാധിയിൽ ഇതിനെ എരിച്ചു കളയും. ഈ അജ്ഞാനത്തിന് മുച്ചൂട് എരിച്ചു കളയും എന്നാണ് അവർ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ജ്ഞാനം എന്ന് പറയുന്നത് കർത്തൃതന്ത്രമല്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല ജ്ഞാനം. ജ്ഞാനം വസ്തുതന്ത്രമാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് തൻ്റെ സ്വരൂപമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇപ്പം അങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ, നല്ലതുപോലെ ശുദ്ധിജ്ഞാനം ഉണ്ടായിരിക്കണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു കഥ മുമ്പ് പറഞ്ഞത് തന്നെ ചിന്മയാനന്ദ സ്വാമികൾക്ക് മാധവാനന്ദ സ്വാമി കൊടുത്ത ഒരു ഉപദേശത്തിൽ പറയുന്നത്, ഇതിനേറെ നിങ്ങളിനി എത്ര വലിയ ആളായിരുന്നാലും, നിങ്ങളുടെ ഈശ്വരൻ പ്രത്യക്ഷമായിട്ട് നിങ്ങൾ മുമ്പിൽ കാണുന്ന ആളായിരുന്നാലും, എന്തെല്ലാം കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരുന്നാലും, ശുദ്ധിജ്ഞാനം അറിയാത്ത അടുത്തോളം കാലം നിങ്ങൾ ആത്മവിദ്യയിൽ ഒരു ശിശുവാണെന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ശുദ്ധിജ്ഞാനം നല്ലതുപോലെ അറിയേണ്ടതുണ്ട്. ഇതിൽ അങ്ങനെ അറിഞ്ഞ് ആ രൂപത്തിലാണ് അതിൽ അഭ്യാസം ഇതിൽ പുരോഗമിപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ, എല്ലാം മറന്ന് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുന്നതാണ് ധ്യാനമെന്ന് വിചാരിച്ചാൽ അത് ഉറക്കമാണെന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് നമുക്ക് അജ്ഞാനം നശിക്കുന്നില്ല. കുംഭകർണൻ 6 മാസം ഉറങ്ങിയിട്ടും തിരിച്ചു വന്നതിന് ശേഷം രാവണന്റെ ഒപ്പം നിന്നു. ആ സീതാമാതാവിനെ ഇങ്ങനെ രാവണൻ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് വന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് അയാളെ പിന്തിരിപ്പിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. കാര്യം എന്താണ്, ആ സദ്ബുദ്ധി ഉദിച്ചില്ല, ആ ജ്ഞാനം അതിൽ വന്നില്ല. 6 മാസം പിന്നിട്ടില്ലേ, സുഷുപ്തിയിലിരുന്ന് ഈ ലോകവിസ്മൃതിയിൽ 6 മാസം പിന്നിട്ടല്ലോ. അപ്പോഴെങ്കിലും ഈ അജ്ഞാനം മാറേണ്ടതല്ലേ, വിവേകം ഉണ്ടാവേണ്ടതല്ലേ അജയ? അങ്ങനെ ഉണ്ടായില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ സുഷുപ്തി പോലെ ഇരിക്കുന്ന രൂപത്തിൽ ഈ അജ്ഞാനം നശിക്കുന്നില്ല. ഇതാണ് സാമാന്യ ജ്ഞാനം. ഇതിനെയാണ് സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാവരും സ്വരൂപജ്ഞാനികളെന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇതില് സ്വരൂപജ്ഞാനത്തിൽ മരുവും അജ്ഞാനത്തെ ചുടും വൃത്തിയും ജ്ഞാനവും അത് നമ്മൾ ഈ ബ്രഹ്മാകാരമാക്കി ബ്രഹ്മാകാര പരിണാമം ഈ അന്ധകരണത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് സത്യത്തിൽ നമ്മൾ വിവേകം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലേ? നേരത്തെ പറഞ്ഞൊരു പദ്ധതി പറഞ്ഞു, മനസ്സ് സത്വസ്വരൂപം മറ്റു രണ്ടും വന്ന് കലണ്ടന അവറ്റ മാറ്റിനാൽ പോകും. മനസ്സിന്റെ യഥാർത്ഥ സ്വരൂപം സത്വഗുണമാണ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയും, സ്വാമിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാരുണ്യം, ദയ, അലിവ്, അനുകമ്പ. ഇതെല്ലാം വാസ്തവത്തിൽ ഇതാണ് ജീവതാരകമായിട്ടിരിക്കുന്നത്. അരുൾ അൻപ അനുകമ്പം ഒന്നിനും പൊരുളൊന്നാണത് ജീവതാരകം. ജീവതാരകം എന്ന് പറഞ്ഞാൽ ജീവന് ഈ സംസാര സാഗരം കടത്തുന്നതിന് തോണിയാണ് അരുൾ, അൻപ്, സ്നേഹം, അനുകമ്പ. ഇത് മനസ്സിന്റെ സത്വഗുണപ്രധാനമായ മനസ്സിന്റെ സ്വഭാവങ്ങളാണ്. ഇതിനെ വിട്ടുകളയരുതാരും. കാരണം ഈ സത്വഗുണത്തിൽ ഇങ്ങനെ സ്ഥിതി വന്നാൽ വരുത്തി വരുന്നത് തന്നെ ഈ അഖണ്ഡാകാര വൃത്തിക്ക് കാരണമാവും. ആ ഖണ്ഡമായിരിക്കുന്ന സ്പർദ്ധ, വിദ്വേഷങ്ങൾ ഇതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട്
ആ മനസ്സ് മുഴുവനും ആ സന്തോഷത്തോടു കൂടി നിലനിർത്തി. അല്ല, എന്ത് സംഭവിക്കുന്നതും നമുക്കറിയാമല്ലോ, നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളാണ്. അതിൽ ഇവർ പറയുന്നത് എങ്ങനെയാണ്, കാരണശരീരത്തിൽ നിന്ന് ആ പുണ്യമാണ് വിളഞ്ഞ സമയത്ത് ഈ കർമ്മം അനുഭവിക്കാനായിട്ട് വരുന്നത്. എല്ലാം സുഖമായിട്ട് തന്നെ അനുഭവം വരും. ആ സമയത്ത് നമ്മളെ ഒരാൾ അടിക്കണമെന്ന് വെച്ചോ, അത് ദുഃഖമായ കാര്യമാണെങ്കിലും കാരണശരീരത്തിൽ പുണ്യം വിളഞ്ഞ സമയത്താണ് അത് ഉണ്ടാവണമെങ്കിൽ അത് സന്തോഷമായിട്ട് പോകും. എന്നാൽ കാരണശരീരത്തിൽ പാപമാണ് വിളഞ്ഞു നിൽക്കുന്നതെങ്കിൽ അപ്പോഴൊരു നല്ല അനുഭവവും അവന് വളരെ വിഷമം പിടിച്ചൊരു അനുഭവമായിട്ട് തന്നെ മാറും. പെട്ടെന്ന് ഒരാൾ വന്ന് പുകഴ്ത്തി കളഞ്ഞാൽ അവൻ എന്നെ കളിയാക്കണമെന്ന രൂപത്തിൽ തിരിച്ചു ആവും, അല്ലേ വരും. കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. വെളിയിലൊരു ഒന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ, എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതിനെ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ വിട്ടുപേക്ഷിച്ച് എപ്പോഴും ആനന്ദമായിട്ടിരുന്ന് ഈ ജപത്തിൽ തുടർന്നാൽ, ഈ അഖണ്ഡാകാര വൃത്തിയിൽ പഴകിയാൽ അവർക്കൊന്ന് സമാധി അനുഭവം ഉണ്ടാവും. ഉണ്ടായാൽ ഈ സമാധിയിലിരുന്ന് ഈ അജ്ഞാനത്തെ എരിച്ചു കളയുമെന്നാണ് പറയുന്നത്. ഈ അനുഭവം ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനം സമാധിയിൽ അഗ്നിയാൽ എരിക്കും എൻ്റെ അറിവായ ഈ ജ്ഞാനം ഈ അജ്ഞാനത്തിന് പൂർണ്ണമായി ഇല്ലാതാക്കി കളയും. നമ്മൾ ആരും വിചാരിക്കുന്ന ഒന്നും അല്ലെന്ന് കേട്ടോ. കാരണം ഇത് വളരെ ശ്രദ്ധിക്കണം. വളരെ വളരെ ഉള്ളിലിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഇതിനെപ്പറ്റി. അതുകൊണ്ടായിരിക്കും ഈ ശുദ്ധാനമൊന്നും അങ്ങനെ വെളിയിലൊന്നും പറയരുതെന്ന് പറഞ്ഞത്. കാര്യം അത് മനസ്സിലാവില്ല ആളുകൾക്ക്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അതിന് അധികാരികളായിരിക്കണം. എല്ലാ അധികാരികൾക്കാണ് ഇത് വിസ്തരിച്ച് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ പന്താതിപന്ത മുമുക്ഷുക്കൾക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ഇത് ചമച്ചിരിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു. മന്ദരും ഉണരുമാറ് വസ്തുതത്വം ചൊൽവേന്. അതുകൊണ്ട് തെറ്റില്ല ഇങ്ങനെ പറയുന്നതിൽ എന്നർത്ഥം. ശിഷ്യന്റെ സംശയം ഇതാണ്, ഇതെല്ലാം അന്ധകരണത്തിന്റെ തന്നെ കാര്യങ്ങളല്ലേ ആയിട്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അതിന് ജ്ഞാനമെന്നതിനൊരു പേരിട്ടെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരമ്മയ്ക്കുണ്ടായ 2 മക്കള് വ്യത്യസ്തമായി കാണുന്നില്ല. അതുപോലെ തന്നെ അന്ധകരണത്തിന്റെ വൃത്തിയാണെങ്കിലും ഒന്ന് കർത്തൃതന്ത്രമാണ്, മറ്റത് വസ്തുതന്ത്ര രൂപമായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയാനുള്ള കാര്യമാണ്. അനുഭവിച്ചറിയാനുള്ള കാര്യം പറയാനുള്ള വാക്കൊന്നും ആർക്കും കിട്ടില്ല. ഇതാണ് അധികാരിത്വം വെച്ച് പറയുന്നത്. വകിത്ത കർമ്മങ്ങൾ ചെയ്യവും തവരവും മറ്റൊരാക്കവും കൂടും. മികുത്ത ജ്ഞാനം അപ്പടി അഞ്ച്, ധ്യാനവും വിവേക ജ്ഞാനവും വേറെ. ജഗത്തിൽ ഒന്റെ ഇവൻ പാവിക്കും ധ്യാനങ്ങൾ കർപ്പിത യോഗം. മുഖത്തമാക്കണ്ട ജ്ഞാനമേ വാസ്തവം, മുഖമായി മയങ്കാതെ. ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്ന ഉപാസനാ ക്രിയാരൂപമായ ഉപാസനകൾ ചെയ്യവും, പുരുഷൻ ഇച്ഛയുണ്ടെങ്കിൽ വിധിച്ച പ്രകാരം ചെയ്യുക, തവിരവും ഇച്ഛയില്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കുക, മറ്റൊരാക്കവും വേറൊരു വിധത്തിൽ ചെയ്യുന്നതിന് ഇച്ഛയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇതെല്ലാം നമുക്ക് സാധിക്കും. മികത്ത ജ്ഞാനം അപ്പടി എന്ത്, മഹത്വമുള്ള ജ്ഞാനം അതുപോലെയല്ല. പുരുഷന്റെ ഇച്ഛാവിശ്വാസം ഇവകളുടെ അധീനത്തിലുള്ളതല്ല. അല്ലാതെ പ്രമാണ പ്രയോജനങ്ങളും അധീനതയിലാകും. ചെയ്യുകയും ചെയ്യാതിരിക്കുകയും മറ്റൊരാക്കുകയും ചെയ്യാൻ സാധിക്കുകയില്ല. ധ്യാനവും വിവേകജ്ഞാനവും വേറെ. മാനസക്രിയരൂപമായ ധ്യാനവും വിചാരജന്യമായ വിവേകജ്ഞാനവും അന്ധക്കരണ കാര്യങ്ങളാകാലും അത് വേറെയാകുന്നു. ലോകത്തിൽ ഒന്റയെ ഇവൻ ഭാവിക്കും ധ്യാനം, ഒന്നിനെ വേറൊന്നായി ഇവൻ ധ്യാനിക്കുന്ന ധ്യാനം കൽപ്പിത മോഹം, അത് കൽപ്പിത ധ്യാനമാകുന്നു. മുഖത്തമ ജ്ഞാനമേ വാസ്തവം, പ്രത്യക്ഷമായി കണ്ട ജ്ഞാനമാണ് വാസ്തവം. മോഹമായി മയങ്കാതെ ഇവ അറിയാതെ കാലം വെറുതെ കളയരുതേ. സംശയബുദ്ധി മാറ്റി നിൽക്കുക.
ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്ന മാനസക്രിയ രൂപമായ ഉപാസനകൾ ചെയ്യവും പുരുഷൻ ഇച്ഛയുണ്ടെങ്കിൽ ആണെങ്കിൽ വിധിച്ച പ്രകാരം ചെയ്യുക, തവിരവും ഇച്ഛയില്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കുക, മറ്റൊരാക്കവും വേറൊരു വിധത്തിൽ ചെയ്യുക, ഇച്ഛയുണ്ടെങ്കിൽ അങ്ങനെ വേറൊരു വിധത്തിൽ ചെയ്യുക, ഇതെല്ലാം സാധിക്കുന്ന കാര്യമാണ്. ഇതാണ് കർത്തൃതന്ത്രം എന്ന് പറഞ്ഞത്. എന്നാൽ മികത്ത ജ്ഞാനം അപ്പടി എൻ്റെ മഹത്വമുള്ള ഈ ധ്യാനം പോലെ വിധി പുരുഷന്റെ ഇച്ഛാവിശ്വാസം ഇവകളുടെ അധീനത്തിലുള്ളതല്ല. ഇത് പ്രമേയങ്ങളുടെ അധീനതയിൽ ചെയ്യുകയും ചെയ്യാതിരിക്കുകയും മറ്റൊന്നാക്കുകയും ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ ധ്യാനവും വിവേകജ്ഞാനവും വേറെ. മാനസക്രിയ രൂപമായ ധ്യാനവും വിചാരജന്യമായ വിവേകജ്ഞാനവും അന്ധകരണ കാര്യങ്ങളായാലും അത് വേറെ വേറെ ആകുന്നു. ലോകത്തിൽ ഇവൻ ഭാവിക്കും ധ്യാനം, അതായത് ഒന്നിനെ വേറൊന്നായി ധ്യാനിക്കുന്ന ധ്യാനം കൽപ്പിത യോഗം, അത് കൽപ്പന ധ്യാനമാകുന്നു. എന്നാൽ മുഖത്തമാക്കേണ്ട ജ്ഞാനമേ വാസ്തവം. മുഖത്തോട് മുഖം കണ്ട ആ ജ്ഞാനമാണ് വാസ്തവം. അതിനെ മോഹമായി വാങ്ങിക്കാതെ, അതിനെ നീ വെറുതെ ഇതറിയാതെ കാലം നീ വെറുതെ കളയരുത് എന്നാണ് സ്വാമി എഴുതിയിരിക്കുന്നത്. മുഖത്തമാക്കേണ്ട ജ്ഞാനമേ വാസ്തവം. കണ്ണിന് നേരെ കണ്ട, അതായത് അപരോക്ഷ ജ്ഞാനം, ഈ അപരോക്ഷമായിരിക്കുന്ന ഈ ജ്ഞാനമാണ് വാസ്തവം. അതിൽ മറ്റതെല്ലാം മാനസക്രിയകളാണ്. ഇതും മാനസക്രിയ രൂപമായിട്ട് തന്നെയാണ് ഈ അഖണ്ഡാകാര വൃത്തി പഴകിലും ആരംഭിക്കുന്നതെങ്കിലും ജ്ഞാനമാവുന്നതിന് മുമ്പ് ഇത് വസ്തുതന്ത്രമായി മാറും. ഇത് വസ്തുതന്ത്രമാണ്. തിരുമേനി നമ്മളോട് പറഞ്ഞിരുന്ന ഒരു വലിയ കാര്യം ഇതാണ്. നമ്മൾ ഇവിടുന്ന് സ്പേസിലേക്ക് യാത്ര തിരിക്കുമ്പോഴേ ഈ റോക്കറ്റൊക്കെ ഏതോ ഒരു ഭാഗം വരെ ഇന്ധനത്തിന്റെ ബലത്തിൽ അത് പോകും. അത് കഴിഞ്ഞാൽ ഒരു വേക്കൻ്റ് ഒരു പ്ലേസ് ഉണ്ടെന്ന്, അവിടെ ഇന്ധനം എന്ന് പറഞ്ഞാൽ അത് തള്ളുന്നത് കൊണ്ടല്ല അത് പോകുന്നത്. മറ്റേ പുക ഇങ്ങനെ വിടുക, അല്ലെങ്കിൽ കാറ്റിനെ ഇങ്ങനെ അടിക്കുക, അപ്പോഴാണ് കയറി പോകുന്നത്. അതിന് മേലൊരു സ്പേസ് ഉണ്ട്, അതാണ് വേക്കൻ്റ് സ്പേസ്. ഇത് കടന്നു വേണം അതിൻ്റെ അപ്പുറം പോകാൻ. സ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്പേസ് കടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ആ ഒരു അതിൻ്റെ പൊട്ടൻഷ്യൽ അങ്ങനെ ഇരിക്കും, എങ്കിൽ മാത്രമേ അത് കടന്നു. ഇതാണ് ഇതിൽ തന്ന ഒരു മറുപടി. അപ്പോൾ നമ്മൾ തീക്ഷ്ണമായിരിക്കണം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട വിധം. മനസ്സിലായില്ലേ? ഇതിനൊരു പരിധി വരെ റോക്കറ്റ് പോയതിന് ശേഷം ചിന്താൻസ്വാമി പറഞ്ഞത് കൊണ്ടാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. അതിന് ഇടയ്ക്ക് വരുന്ന ഒരു സ്പേസിൽ അവിടെ ഒന്നുമില്ല, അവിടെ ഈ ഏറെ തള്ളിയല്ല അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് പോകുന്ന സ്പീഡിൽ അത് അപ്പുറം പോയി പെനിട്രേറ്റ് ചെയ്ത് പോകും. ചന്ദ്രനിലേക്ക് പോകുമ്പോഴേ ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ കൊണ്ടുവന്ന് കൊള്ളിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ധ്യാനവും മറ്റുള്ള അതിന്റെ തീക്ഷ്ണത അതിൻ്റെതായ രൂപത്തിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ പലരും ഇവിടെ വെച്ച് അവിടെ നിൽക്കും, ഇതിനപ്പുറം പോകില്ല. അപ്പുറം പോകുന്നവരെയാണ് മഹത്തുകളെന്ന് പറയുന്നത്. എല്ലാവരും ഒരുവിധമൊക്കെ അവിടെ വരെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം കാരണം പോയതിൻ്റെ ഇത് കുറവാണ്, അതിൻ്റെ ഇതില്ല, അതുകൊണ്ട് അത് അപ്പുറം പോകും. കാരണം ഈ വസ്തുതന്ത്ര ജ്ഞാനത്തിലേക്ക് ഇത് എത്തിപ്പെടണമെങ്കിൽ ആ പോകുന്ന രീതി ആ രൂപത്തിലായിരിക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ഉപാസനയെ എങ്ങനെയുള്ള ചെയ്യാം. കൃഷ്ണനായിട്ട് കണ്ട് ഉപാസിക്കാം, മുരുകനായിട്ട് കണ്ട് ഉപാസിക്കാം, ദേവിയായിട്ട് കണ്ട് ഉപാസിക്കാം. ഏത് വേണോ അതിനെ മാറ്റി മറിക്കുകയൊക്കെ ചെയ്യാം. അതിനൊക്കെ നമുക്ക് കാര്യമില്ല, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിൽ മാറ്റി ചെയ്യാൻ പറ്റുന്നതല്ല ബ്രഹ്മധ്യാനം. മനസ്സിലായില്ലേ? മാത്രമല്ല ആ ധ്യാനം കർത്തൃതന്ത്രവുമല്ല, അത് മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമല്ല. പക്ഷെ ഇതിന്റെ ഫലമായിട്ട് അത് കർത്തൃതന്ത്രമായി ജ്ഞാനം ഇവിടെ വിളങ്ങും. ഇതാണ് ഈ പ്രധാനം. നമുക്ക് ഒരു കഴിവനുസരിച്ച് ഒരാൾക്ക് ജ്ഞാനത്തെ അടയാൻ പറ്റില്ല. കഴിവുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. അല്ല കഴിവുകൾ കൊണ്ടാണോ? അതുമല്ല, അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നിലയിലാണ് ഈ ജ്ഞാനം ഇതിൽ വലിക്കുന്നത് ഒരാൾക്ക്. എന്നാണ് സ്വാമി പറഞ്ഞിരുന്നത് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.
തീർത്തും പറഞ്ഞ് ആരും പിന്നെ വേറൊന്ന് പറഞ്ഞു, ഗുരുവിന്റെ കടാക്ഷം, ഗുരുവിന്റെ അനുഗ്രഹം, അങ്ങനെ ഈശ്വരാനുഗ്രഹം, ആ പുണ്യത്തിന്റെ പാരമ്യത, ഇതൊക്കെ പറഞ്ഞാണ് വേദം നിൽക്കുന്നത്. ഇത് എങ്ങനെ സാധിച്ചു? പരമഭാഗ്യവാൻ, ഭാഗ്യവാൻ എന്നൊക്കെ പറയുന്ന ഇവരെയാണ്. ശരിക്കുള്ള ഭാഗ്യവാന്മാരാണ്. ഒരിക്കലും മനസ്സിലായിട്ട് തൊക്കാലം കഴിഞ്ഞിരിക്കുക. മുഖത്തമാക്കേണ്ട ജ്ഞാനമേ വാസ്തവം ബോധമായി മയങ്കാതെ. വാസ്തവത്തിൽ ഈ ജ്ഞാനം മുഖത്തമാ നിൽക്കുകയാണ്. നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഒന്നിനെയാണ് പറയണത്. ഇത് വേറെ എന്തെങ്കിലും ചെയ്ത് വരുന്ന രൂപത്തിലല്ല ഇത് ഇരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പ്രത്യക്ഷമായ ജ്ഞാനം അതിലിരിക്കുന്നു. അതൊരു മോഹമല്ല. അത് മോഹമായി വൈകാതെ എന്ന് വെച്ചാൽ അത് വേറൊരു രൂപത്തിൽ അതിനെ കാണണ്ട. ഇതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ ആചരിച്ച് വരുന്നവരെ സംബന്ധിച്ച്, നിഷ്കാമകർമ്മം ചെയ്യുന്നതാണ്, അങ്ങനെ വരുന്നവരെ സംബന്ധിച്ച് ആ പുണ്യം കൂടെ വിളഞ്ഞ് ഗുരുവിന്റെ അനുഗ്രഹം കൂടെ വരുന്ന സമയത്ത് ഈ ജ്ഞാനം ഇതിൽ ഫലിക്കും. സ്വാമി 83 പറയുന്നവിടെ വായിച്ചിട്ട് നമുക്ക് സമയമുണ്ട്. 83 കണ്ടറിഞ്ഞത് ജ്ഞാനം, കേട്ടത് തന്നെ കരുതാതെ ഭാവനയോഗം, കണ്ടപേർ ചൊല്ലക്കേട്ടത് മറന്നുപോകും, കണ്ടത് മറവാതെ, കണ്ട വസ്തുമേ ധ്യാനവസ്തുക്കൾ പോയി, കരുവിയ അജ്ഞാനത്തെ കണ്ടവക്കണം കൊൽവത് ജ്ഞാനമേ, കർമ്മം അന്റെ അറിവായേ. കണ്ടറിഞ്ഞത് ജ്ഞാനം, കേട്ടത് തന്നെ കരുത് ഭാവനയോഗം, കണ്ടപേർ ചൊല്ലക്കേട്ടത് മറന്നുപോകും, കണ്ടത് മറവാതെ, കണ്ട വസ്തു മെയ് ധ്യാനവസ്തുക്കൾ പോയി, കരുവിയ അജ്ഞാനത്തെ കണ്ടവക്കണം കൊൽവത് ജ്ഞാനമേ, കർമ്മം അന്റെ അറിവായി. ഒന്നിനെ അനുഭവിച്ചറിയുന്നത് ആണ് ജ്ഞാനത്തിന്റെ രൂപം. കേട്ടത് തന്നെ കരുത് ഭാവനയോഗം, കേട്ടറിഞ്ഞ വസ്തുവിനെ കേട്ടറിഞ്ഞ വണ്ണം ഭാവന ചെയ്ത് നിൽക്കുന്ന മാനസകർമ്മമായ ഭാവനാധ്യാനത്തിന്റെ രൂപം. അതാണ് ധ്യാനത്തിന്റെ രൂപം. കണ്ടവർ ചൊല്ലക്കേട്ടത് മറന്നുപോകും, അനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കളുടെ ഉപദേശം കേട്ട് ധ്യാനിക്കുന്നത് മറന്നുപോകും, കണ്ടത് മറവാതെ, അനുഭവിച്ചറിഞ്ഞത് മറന്നുപോവുകയില്ല. കണ്ട വസ്തുമേ, അനുഭവിച്ച വസ്തു സത്യമാകുന്നു, ധ്യാന വസ്തുക്കൾ പോയി, ധ്യാനിച്ചു നിൽക്കുന്ന വസ്തുക്കൾ അസത്യമാകുന്നു. കരുവി അജ്ഞാനത്തെ, കോപിച്ചു നിൽക്കുന്ന അവിദ്യയെ കണ്ടവക്കണം തോന്നുന്ന ക്ഷണത്തിൽ തന്നെ കൊൽവത് ജ്ഞാനമേ, നാശമാക്കുന്നത് വൃത്തിജ്ഞാനമാകുന്നു, കർമ്മം അന്റെ അറിവായി, കർമ്മമല്ലെന്ന് നീ അറിയുക. ഇതാണ് ആ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. നേരത്തെ പറഞ്ഞ മുഖത്തമാക്കണ്ട ജ്ഞാനമേ വാസ്തവം മോഹമായി മയങ്കാതെ. ആ പ്രത്യക്ഷമായി കണ്ട ആ ജ്ഞാനമാണ് വാസ്തവം. അത് മോഹമല്ലെന്ന്, അത് ഒരു സങ്കല്പമല്ലത്, മനസ്സിന്റെ ഒരു വൃത്തിയല്ലത് എന്നാണ് പറഞ്ഞു തന്നത്. ഇതില് കുറച്ചുകൂടെ വ്യക്തമാക്കണം ആ ഭാഗം. അതായത് ഒന്നിനെ അറിയുന്നതാണ് ജ്ഞാനത്തിന്റെ രൂപം. അനുഭവിച്ചറിയുന്നതാണ് ജ്ഞാനത്തിന്റെ രൂപം. കേട്ടത് തന്നെ കരുത് ഭാവനയോഗം, കേട്ടറിഞ്ഞ വസ്തുവിനെ കേട്ടവണ്ണം ഭാവന ചെയ്ത് നിൽക്കുന്നത് മാനസകർമ്മമായ ഭാവനാധ്യാനത്തിന്റെ രൂപമാകും. കണ്ടപേർ ചൊല്ലക്കേട്ടത് മറന്നുപോകും, അനുഭവിച്ചറിഞ്ഞ മഹത്തുക്കൾ ഉപദേശിക്കുന്നത് കേട്ട് നിൽക്കുന്ന ധ്യാനിക്കുന്നത് മറന്നുപോകും, കണ്ടത് മറവാതെ, അനുഭവിച്ചറിഞ്ഞത് മറന്നു പോവുകയില്ല. അതിനാൽ കണ്ട വസ്തുമേ, അനുഭവിച്ച വസ്തു സത്യമാകുന്നു, ധ്യാന വസ്തുക്കൾ പോയി, ധ്യാനിച്ചു നിൽക്കുന്ന വസ്തുക്കൾ അസത്യമാകുന്നു. കരുവി അജ്ഞാനത്തെ, കോപിച്ച അവിദ്യയെ കണ്ട അക്കണം എന്ന് പറയുമ്പോൾ തോന്നുന്ന ക്ഷണത്തിൽ തന്നെ കൊൽവത് ജ്ഞാനമേ, നാശമാക്കുന്നത് വൃത്തിജ്ഞാനമാകുന്നു, കർമ്മമന്റെ, അത് കർമ്മമല്ല എന്ന് നീ അറിയുക. ഇതിനെ വിസ്തരിക്കുക എന്ന് പറയുന്നത് വലിയ അസാധ്യമുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും കുറച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ള ഇതാണ്. പറഞ്ഞു ഭാവന ചെയ്ത് പറഞ്ഞില്ലേ, ഇപ്പൊ ഗുരു പറഞ്ഞ കാര്യമാണെങ്കിലും അതിനെ കേട്ട് ധ്യാനിക്കുന്നത്
ഉപദേശം കണ്ട് ധ്യാനിക്കുന്നത് മറന്നുപോകും, അത് മറന്നുപോകും. പക്ഷെ കണ്ടത് മറവാതെ അവിടെ അനുഭവിച്ച് നിന്ന ആ ഒരു യാഥാർത്ഥ്യമുണ്ട്, അതിനെ മറക്കില്ല. അപ്പോൾ അനുഭവിച്ച് നിന്ന ഒരു യാഥാർത്ഥ്യം വാസ്തവത്തിൽ അതിനെയാണ് അറിയേണ്ടത്. ചിങ്ങൻ സ്വാമി ഇതിനെ വിളക്കുന്ന ഒരു ഭാഗം പറയും. അതായത് ആശ്രയമായി നിന്ന് സർവാശ്രയൻ എങ്ങും നിറയുന്നോ നബിഭക്തർക്ക് ഇவ்வாറൊരു രൂപം ഭജനത്തിന് ധരിപ്പോ. സർവാശ്രയനായിട്ട് ഇരിക്കുകയാണ്, എല്ലാത്തിനും ആശ്രയമാണ്. നമ്മൾ കോവിലിൽ പോകുന്നതിന് മുമ്പ് കോവിലിൽ പോകണമെന്ന് ചിന്തിച്ചതിനും അവിടെ പോയതിനും അവിടെ കൈയെടുത്ത് കുമ്പിട്ടതിനും അവിടെ പറഞ്ഞതിനും എല്ലാത്തിനെയും ആശ്രയമായി നിന്നതിനെയാണ് ദൈവം എന്ന് പറഞ്ഞത്. അതിനെയാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ ആശ്രയമായി നിന്നത് ഏതാണ്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരുന്ന ഒരു ശക്തി, ഒരു വിശേഷമല്ലേ? ആ വിശേഷത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് മുഖത്തമാർ കണ്ട ജ്ഞാനമേ, അനുഭവിച്ചറിഞ്ഞ ജ്ഞാനമാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇത് അനുഭവമാണ്. എല്ലാവരുടെയും നിത്യാനുഭവമായിട്ടിരിക്കുന്നതാണെങ്കിലും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് അതിനെ അറിയുന്നില്ല. ഇതിനെ അറിയാൻ ആരെങ്കിലും വിക്രമർ പറഞ്ഞു കൊടുത്താൽ ഈ മനസ്സിന് ബഹളാത്മകമായി നിൽക്കുന്നതുകൊണ്ട് അറിയില്ല. സുഷുപ്തി ബഹളമൊക്കെ ഒഴിഞ്ഞെങ്കിലും അങ്ങനെ ഒരു താല്പര്യമില്ല അറിയണമെന്ന്. അതുകൊണ്ട് അവൾ അറിഞ്ഞില്ല. പിന്നെ ഈ സമാധിയില് നമ്മൾ ബോധപൂർവമായിട്ട് ഈ മനസ്സിന്റെ വൃത്തികളെ ശോധന ചെയ്തു നിന്ന് ആ ഒരു ഇതിനെ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് സമാധിയായിട്ട് പറഞ്ഞത്. ഇതിനെയാണ് എൻ്റെ ഉള്ളിലിരുന്ന് വിളങ്ങുന്ന ഈ ഒരു അനുഭവമാണ്. ഒരുപാട് രീതിയിൽ പലരും ഇങ്ങനെ ഈ ഭാഗം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യഥാർത്ഥം. സർവാശ്രയം ഉപയോഗിക്കുന്നതാണ്. സർവാശ്രയമെങ്കും നിറയുന്നോ, സർവത്ര പരിപൂർണമായി വ്യാപിച്ചിരിക്കുന്ന, എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന, ഭക്തർക്ക് ഇவ்வாറൊരു രൂപം. ഭക്തന്മാർക്ക് ഒരു രൂപത്തിലൊരു ശിവലിംഗം. ഭജനത്തിന് ധരിപ്പോൾ ഭജിക്കുന്നതിന് വേണ്ടി ധരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സർവാശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് പോയി, എല്ലാം പോയി. അവിടെ കൊലത്തിനെ എഴുതി വെച്ചതാണ്. കാരണം ആരാണ് ദൈവം, ആരെയാണ് ഭജിക്കേണ്ടത് അത് അറിഞ്ഞൂടല്ലോ, മനുഷ്യർക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ അവിടെ ആ ശിവലിംഗത്തെ ഭജിക്കുന്നു, തൊഴുകുന്നു, അവിടെ കുമ്പിടുന്നു. പക്ഷേ സ്വാമി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഇരിക്കട്ടെ. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാത്തിനും ആശ്രയമായി നിന്ന ആ ഒന്നിനെ നിനക്കറിയാമോ? അതാണ് നീ. അതാണ് യഥാർത്ഥത്തിൽ ദൈവം, ഈശ്വരൻ, ഞാൻ. ഇതെല്ലാം ഒന്നിന് ഇങ്ങനെ പറഞ്ഞ് നല്ല വിളക്കങ്ങളാണ് സ്വാമി പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിന് അടുപ്പിച്ച് പറഞ്ഞിരിക്കും. ഇത്രയും അടുപ്പിച്ച് പറയില്ല. സാധാരണ നമ്മുടെ പ്രഭാഷണം കേട്ടാലൊന്നും അങ്ങനെ കിട്ടൂല. അത്രയ്ക്കും ഭയങ്കര കാര്യമാണ് ശ്രീനി. ഇതൊക്കെ ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ഈ സർവശാസ്ത്രങ്ങളുടെയും തീരുവയാണ്. ഇത് തീരുവ എന്നാണോ അതിൻ്റെ പേര്? ഇതിന് മേലൊരു ശാസ്ത്രം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ വളരെ സെലക്റ്റീവായിട്ട് ഇത് തന്നെ എടുത്തു. വേറെ ഒന്നും എടുത്തില്ല സ്വാമി. അതിനെപ്പറ്റി പറയുന്നുമില്ല. നമ്മുടെ ശാഖയിൽ ആകപ്പാടെ ഒരു 12ഓളം പ്രകരണ ഗ്രന്ഥങ്ങൾ സ്വാമി പറഞ്ഞു എഴുതി. സ്വാമി തന്നെ അത് പല ഗ്രന്ഥങ്ങളുടെയും ഒരു ഇടിച്ച് പിഴിഞ്ഞെടുത്ത ഒരു ചാറാണ്, സത്താണത് ഈ പ്രകരണങ്ങൾ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഈ കൈവല്യം, ഇതാണ് നമ്മൾ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നിടത്ത് നമുക്ക് നിൽക്കുന്നത്. നമുക്ക് അനുഷ്ഠാനം, പ്രകടനം, ഈ കൈവല്യം നമ്മൾ ചെയ്തു. 3 കാര്യം കൊണ്ട് പ്രസ്ഥാനത്രയം തീർന്നു. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ അറിയാം. അതായത് 10 ഉപനിഷത്തും ഗീതയും ബ്രഹ്മസൂത്രം കൂടെ ചേർന്നതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. പ്രസ്ഥാനത്രയത്തിലൂടെയാണ് ഇതിലേക്ക് വരുന്നത് ഒരാൾ. ഏത്? ഈ ജ്ഞാനത്തിലേക്ക് വരണം. നമ്മുടെ ശാഖയിൽ ഗുരുദേവൻ അതിനെ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഒരുവിധം കൊള്ളാവുന്ന കണ്ട അനുഷ്ഠാനം കൊടുത്തു എന്ന് പറയും. അതൊരു മന്ത്രോപദേശമാണ്. ഇതാണ് കൊടുക്കുന്നത്. അത് കൊടുത്ത് കുറച്ചു കാലം അതിന് പഴകട്ടെ, ഒരു 5 കൊല്ലം 10 കൊല്ലം എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം ഈ പ്രകടന ഗ്രന്ഥങ്ങളൊക്കെ കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കാൻ അജ്ഞാന പ്രകടനമായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ക്രമത്തിലാണ് ജ്ഞാനപ്രകരണം. അതെല്ലാം തന്നെ ഇതിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. കൈവല്യത്തിനെ ബേസ് ചെയ്താണ് എല്ലാം നിൽക്കുന്നത്. ഇതിൻ്റെ ഓരോ സ്ഥലത്തെ എക്സ്പാൻഷനാണ് പ്രകടനങ്ങൾ.
ഈ വായിക്കുന്നില്ലേ, ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് നിർത്തിയിട്ട് ആ പ്രകടനം അവിടെ എടുത്ത് എക്സ്ട്രാ പറയും. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഈ പ്രസ്ഥാനം, നമ്മുടെ ശ്രീരാമാനന്ദ ആശ്രമ പ്രസ്ഥാനം ഇങ്ങനെ പോകും. അതിലേക്ക് വ്യക്തമായി അറിയത്തക്കവരില്ല. അതിലേക്ക് നമുക്ക് എന്തോ പറ്റിയെന്ന് വെച്ചാൽ മാധവാനന്ദ സ്വാമി തിരുവനന്ത സ്വാമി കൂടെയായിട്ട് നമുക്ക് ഏതാണ്ട് കുറച്ചറിയാം. ഇതിൽ ഒരു മഹാപ്രസ്ഥാനമാണ് ഈ പറഞ്ഞ നമ്മുടെ ഗുരുദേവന്റെ ഇത് ശ്രീരാമാനന്ദ ഗുരു പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പ്രസ്ഥാനമാണ്. ഇത്ര വലിയ വലിയ മഹാരഥന്മാർ ഇതിലുണ്ട്. പലരെയും പേരൊന്നും വെളിപ്പെടുത്താൻ പോലും പറ്റാത്തവരുണ്ട്. സ്വാമിയുടെ ശിഷ്യന്മാർ, തിരുവാനന്ദ മിഷനൊക്കെ സ്വാമിയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ്. മറ്റേ ഇംഗ്ലീഷ് സ്വാമി തിരുവാനന്ദ, അദ്ദേഹത്തിന്റെ ഗുരുവാണ് തപോവന സ്വാമികൾ. തപോവന സ്വാമികളുടെ ഒരു സംശയം തീർത്തത് ഗുരുദേവനാണ്. അതൊന്നും ആരും അറിഞ്ഞില്ല. പക്ഷെ തപോവന സ്വാമി അവിടെ നിന്ന് ഒരു അനിയനൊരു കത്തെഴുതി, പാരിൽ പലദിശി നടന്നെത്തി ഞാൻ പാർത്ത പേരിൽ ശ്രീരാമാനന്ദർക്കു തുല്യമൊരു പേരിക കണ്ടതില്ല. അദ്ദേഹത്തിന്റെ സഹോദരന് പിന്നെ ഈ തപോവന സ്വാമികൾ അയച്ച ലെറ്ററിലൂടെയാണ് അത് പബ്ലിഷ്, അല്ല ഗുരുദേവ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. ഞാൻ അദ്ദേഹത്തിന് സംശയം തീർത്തുന്നു. ഒരു മനുഷ്യനറിഞ്ഞ അറിയാത്ത കാര്യമാണ് ഈ പറയുന്നത്, ചെയ്യുന്നില്ല. അവസാനം അത് പബ്ലിഷായി. അത് പബ്ലിഷ് ആയപ്പോഴാണ് അതുവഴി ഇവരൊക്കെ മനസ്സിലാക്കിയത് ഗുരുദേവൻ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇത്ര സ്ഥലങ്ങളിൽ നടന്നതാണ് ഈ തപോവന സ്വാമികൾ. അദ്ദേഹത്തിന്റെ സംശയം എന്തായിരുന്നു, അദ്ദേഹം കുണ്ടലിനി ഉണർന്ന് ഈ കണ്ടം വരെ എത്തിയ ആളെന്നാണ് പറഞ്ഞത്. ഇതിന് ശേഷമുള്ള ഇതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ഈ സംശയം ചോദിച്ച് പല മഹത്തുക്കളെ സമീപിച്ചു. ഹിമാലയത്തിലെ ഒരുപാട് പേരുണ്ടല്ലോ, അത് പലരും പറഞ്ഞു, പലർക്കും പറ്റിയില്ല. ഒടുവിൽ ആരും പറഞ്ഞു കൊടുത്തു, നിങ്ങളെന്താ ഇത്രയും കഷ്ടപ്പെടുന്നു, നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ആള്. സ്വാമിയുടെ പേര് പറഞ്ഞു കൊടുത്തു, പാലക്കാട് വിട്ടു. അങ്ങനെയൊക്കെയാണ് സാധിച്ചിരിക്കുന്നത്. അതിന് കഥ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇത് മഹാപ്രസ്ഥാനമാണ്, അതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതിൻ്റെ മഹത്വം ചെറുതല്ല. നമ്മളിപ്പം കുറച്ച് അറിവില്ലാത്ത ആളുകളിൽ വന്ന് ഇതിനെ ചുരുക്കിക്കളയാണ്, മനസ്സിലായില്ല. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം പോലും ആർക്കും അറിയില്ല. അതിനുശേഷം നോക്കിയാണ് ഈ ആശ്രമത്തിന്റെ കാര്യമായിട്ട് തന്നെ നടന്നത്. സേവകരായിട്ട് തന്നെ നടന്നു. ഇവിടെ വന്ന കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തു. സ്വാമിയുടെ സങ്കല്പം എന്താണ്? കൊടികെട്ടി ആശ്രമമായിട്ട് വരണമെന്നാണ്. ധാരാളം പേർ ഇവിടെ വരുമെന്നും അവർക്കെല്ലാം ഇത് ഉപദേശിച്ച് കൊടുക്കണമെന്നും മാധവാനന്ദ സ്വാമിയുടെ കൂടെ വരെ ചട്ടം കെട്ടിയിരിക്കുകയാണ്. ആരും പരമേശ്വരൻ സ്വാമി. ശുദ്ധിജ്ഞാനമൊന്നും ആരും കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ മാധവാനന്ദ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എൻ്റെ കാലം ഇപ്പം ഞാനങ്ങ് പോയി കഴിഞ്ഞാലും ഇവിടെ വേറെ പേര് വരും, അവർക്കൊക്കെ ഇത് ഉപദേശിച്ചു കൊടുക്കുക. സ്വാമി അത് കൈവിട്ട് തിരുമേനി സ്വാമിക്ക് കൊടുത്തിട്ട് ഓരോ പറഞ്ഞില്ലേ, അതിൻ്റെ റിലേ കൊടുത്തിട്ടൊക്കെ പോവുകയാണ് ഓരോരുത്തർ. അങ്ങനെയാണ് തിരുമേനി സ്വാമിയിലൂടെ ഇത് ഇവിടെ പ്രകാശിക്കാൻ സാധിച്ചത്. അതല്ല വലിയ ജന്മങ്ങളാണ്ട പയ്യനെ ഉപദേശിക്ക വെളി